ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ കല്ലുമ്മക്കായ എടുത്തിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. കടലിൻ്റെ തീരത്തൊക്കെ കല്ലിൻ്റെ സൈഡിൽ മാല പോലെയാണ് കേട്ടോ ഇത് കാണുന്നത്. അച്ഛൻ ആഴിമലയിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഇതുപോലെ ചിപ്പിയൊക്കെ ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻ്റെ അച്ഛനും കൂടെ പോയി ഇതുപോലെ മാല പോലെ ഇളക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ നമ്മൾ മിക്കതും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അമ്മ ക്ലീൻ ആക്കുന്നത് കണ്ടിട്ട് ഞാനും കൂടെ കുറച്ച് ക്ലീൻ ആക്കി കൊടുത്തു. കല്ലില്ലെന്ന് ഊരിയെടുക്കുന്നത് കൊണ്ടാവാം ഇതിന് കല്ലുമ്മക്കായ എന്ന് പേര് വന്നത്. ഫസ്റ്റ് തന്നെ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പുഴുങ്ങാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതിനുശേഷം നമ്മൾ അതിൻ്റെ മൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കുവാണ്. വെന്ത് വരുമ്പോഴത്തേക്കും തോട് രണ്ടായിട്ട് ഇളകി അതിനകത്തുള്ള ചത വെളിയിൽ വരും. ചിപ്പിയൊക്കെ വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഊറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറ് എടുത്തതിന് ശേഷം അതിലോട്ട് അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ഈ ഒരു കല്ലുമ്മക്കായയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ആ ഒരു തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ ഗരം മസാല പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം എരിവിനാവശ്യമായിട്ട് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഈ ഒരു കുരുമുളക് പൊടിയാണ്. നമ്മളിപ്പോൾ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എരിവിനനുസരിച്ചിട്ടുള്ള വറുത്ത മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് നമ്മളൊന്ന് ഒതുക്കിയെടുക്കണം. 1-2 കറക്കിൽ നമ്മൾ നിർത്തണം കേട്ടോ. കല്ലുമ്മക്കായ തോടിൽ നിന്ന് വേർതിരിച്ച് അതിലത്തെ ചവരി പോലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു ചിപ്പിക്കുള്ളിൽ ഒരുപാട് മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു കടലിൻ്റെയൊക്കെ സൈഡിലല്ലേ, അതുകൊണ്ട് ഇഷ്ടംപോലെ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 4-5 വെള്ളം ഇതുപോലെ തന്നെ കഴുകുമ്പോഴത്തേക്കും ലാസ്റ്റ് നല്ലതുപോലെ മണ്ണ് വന്നിട്ടുണ്ടാകും. നമ്മൾ 4-5 തവണ തന്നെ കഴുകണം കേട്ടോ. ആ ഒരു വെള്ളം നല്ല പ്യുവർ ആവണ വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ആ ഒരു വെള്ളത്തിൽ നിന്ന് കല്ലുമ്മക്കായ സ്ക്വീസ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു കടായി ചൂടാക്കി അതിലോട്ട് ആ ഒരു കല്ലുമ്മക്കായ കഴുകി ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ മണൽ കാണും കേട്ടോ. നമ്മൾ നല്ലതുപോലെ അത് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഷ് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാവും. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ബബിൾസൊക്കെ വന്നിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പറമ്പിലുള്ള ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുവാണ്. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വഴണ്ട് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നല്ലതുപോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ ഒരു കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കല്ലുമ്മക്കായയിൽ ഓറഞ്ചും വരുന്നുണ്ട്, വെള്ളയും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ആ ഒരെണ്ണ കല്ലുമ്മക്കായയുടെ എല്ലാ ഭാഗത്തും ചേരാനായിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തോണ്ടിരിക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച ചേരുവകൾ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. പച്ചമണം മാറുന്നത് വരേക്കും നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. എനിക്ക് ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കുറച്ചും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യാവുന്നതാണ് ഗ്യാസ്. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിപ്പിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ വാക്കിയകത്ത് കപ്പലോടുന്നുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.